ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ്. അതിലെ 12th ചാപ്റ്റർ ഇൻസുലേഷൻ ആൻഡ് അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ, സൗരതാപനവും അന്തരീക്ഷസ്ഥിതിയും. സൗരതാപനം എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്നുള്ള താപം അല്ലേ? ഈ സൂര്യതാപവും അന്തരീക്ഷസ്ഥിതിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ സൂര്യതാപം അനുസരിച്ചാണ് അന്തരീക്ഷസ്ഥിതിയിൽ മാറ്റമുണ്ടാകുന്നത്. മനസ്സിലായോ? സൂര്യതാപം ഭൂമിയിലെ അന്തരീക്ഷ സ്ഥിതിയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഈ സൗരതാപം അന്തരീക്ഷ സ്ഥിതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ പാഠഭാഗം. ഇൻസുലേഷൻ ആൻഡ് അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ. ഈ കൊളാഷ് നോക്കൂ. എന്താണിതിൽ പറയുന്നത്? ഓരോ സ്ഥലങ്ങളിലെയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തകൾ. മൂന്നാർ കഴിഞ്ഞ 50 വർഷത്തെ ഏറ്റവും താഴ്ന്ന താപനില മൂന്നാറിൽ രേഖപ്പെടുത്തി. അതുപോലെ നെടുമ്പാശ്ശേരിയിലോ കനത്ത മഴയെ തുടർന്ന് 2 ദിവസത്തേക്ക് എയർപോർട്ട് അടച്ചിട്ടു. തിരുവനന്തപുരമോ പടിഞ്ഞാറൻ തീരത്ത് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കുക. പാലക്കാട് വേനൽ ചൂട് കാരണം 2 പേർക്ക് സൂര്യാഘാതമേറ്റു. പൊന്മുടി താഴ്വരയിൽ കനത്ത മൂടൽമഞ്ഞ്. ആലപ്പുഴ കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഇതുപോലുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിരിക്കും അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്? കാരണം എന്താ? ഇറ്റ് ഈസ് ഡ്യൂ ടു സം ചേഞ്ചസ് ഒക്കറിങ് ഇൻ ദ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ. അന്തരീക്ഷ സ്ഥിതിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് ഈ സംഭവങ്ങൾക്ക് കാരണം. അപ്പോൾ ഈ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ്റെ അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾക്ക് കാരണമായ ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നിങ്ങൾക്കറിയാമല്ലോ, സൺ ഈസ് ദ സോൾ സോഴ്സ് ഓഫ് എനർജി ഫോർ ദ എർത്ത് അല്ലേ? ഭൂമിയുടെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള ഊർജം ഭൂമിയിലെത്തുന്നത് സൂര്യരശ്മികളായിട്ടാണ് അല്ലേ? എനർജി ഫ്രം ദ സൺ റീച്ചസ് ദ എർത്ത് ഇൻ ദ ഫോം ഓഫ് റേസ്. ദിസ് ഈസ് കോൾഡ് ഇൻസുലേഷൻ. അപ്പോൾ വാട്ട് ഈസ് ഇൻസുലേഷൻ അല്ലെങ്കിൽ സൗരതാപനം? എനർജി ഫ്രം ദ സൺ റീച്ചസ് ദ എർത്ത് ഇൻ ദ ഫോം ഓഫ് റേസ്. ദിസ് ഈസ് കോൾഡ് ഇൻസുലേഷൻ. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിൽ പതിക്കുന്നു. ഇതിനെ സൗരതാപനം എന്ന് പറയുന്നു. അപ്പോൾ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുമ്പോൾ ഭൂമിയുടെ ഉപരിതലം എന്ത് ചെയ്യുന്നു? ചൂട് പിടിക്കുന്നു അല്ലേ? എപ്പോഴാണ് ചൂടാകുന്നത്? ഡേ ടൈം അല്ലേ? പകൽ സമയം. പകൽ സമയമാണ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഭൂമി ചൂട് പിടിക്കുന്നു. ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ അറ്റ്മോസ്ഫിയർ ഫ്രം ദ ഹീറ്റഡ് സർഫസ് ഓഫ് ദ എർത്ത് ത്രൂ ഡിഫറെൻറ്റ് പ്രോസസ്സസ്. അപ്പോൾ ഈ ചൂട് പിടിച്ച ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്, ഭൗമോപരിതലത്തിൽ നിന്ന് താപം എന്ത് ചെയ്യുന്നു? വിവിധ പ്രക്രിയകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ നിന്നും താപം അന്തരീക്ഷത്തിലെത്തി. ദ സർഫസ് ഓഫ് ദ എർത്ത് ഗെറ്റ്സ് കൂൾഡ് ബൈ ദീസ് പ്രോസസ്സസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിലേക്ക് ഈ താപം ഭൂമിയിൽ നിന്നും പോയി കഴിഞ്ഞപ്പോൾ ഭൂമി എന്ത് ചെയ്യുന്നു? തണുക്കുന്നു അല്ലേ? ദ സർഫസ് ഓഫ് ദ എർത്ത് ഗെറ്റ്സ് കൂൾഡ്. ദ ക്ലൗഡ്സ് ആൻഡ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ അബ്സോർബ് ദ ഹീറ്റ് റേഡിയേറ്റിംഗ് ഫ്രം ദ എർത്ത്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ച ഈ താപത്തെ അന്തരീക്ഷത്തിലുള്ള മേഘങ്ങളും അതുപോലുള്ള മറ്റു വാതകങ്ങൾ, കാർബൺ ഡയോക്സൈഡ് പോലുള്ള മറ്റു വാതകങ്ങളും ഈ താപത്തെ അബ്സോർബ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ജീവൻ്റെ നിലനിൽപ്പിന് സഹായിക്കുന്ന രീതിയിൽ അന്തരീക്ഷം നിലനിൽക്കുന്നത്. കാരണം ഭൂമി ചൂട് പിടിക്കുന്നു. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് പ്രോസസ്സ് വഴി അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കുന്നു. ഈ താപത്തെ കാർബൺ ഡയോക്സൈഡും മേഘങ്ങളൊക്കെ അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഭൂമി തണുക്കുന്നു. അങ്ങനെ ഇതെന്ത് ചെയ്യുന്നു? ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ അന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ അന്തരീക്ഷ താപം നിലനിൽക്കുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡിഡ് ദ ഹീറ്റ് റിക്വയർ ഫോർ ദ സർവൈവൽ ഓഫ് ലൈഫ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ? ജീവൻ്റെ നിലനിൽപ്പിന് സഹായകരമാകുന്ന രീതിയിൽ അന്തരീക്ഷ താപം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? The surface of the earth gets heated due to insulation during the daytime. Heat is transmitted to the atmosphere from the heated surface of the earth through different processes. The surface of the earth gets cooled by these processes. The clouds and gases like carbon dioxide in the lower atmosphere absorb the heat radiating from the earth. Thus, the heat required for the survival of life is maintained in the lower atmosphere. അതുപോലെ ഈ ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും സൗരോർജം ഒരേ അളവിലല്ല ലഭിക്കുന്നത്. മനസ്സിലായോ? സോളാർ എനർജി ഈസ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ സോളാർ എനർജി എല്ലായിടത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത്? ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യരശ്മികൾ ലംബമായാണ് പതിക്കുന്നത്. മനസ്സിലായോ?
ആസ് ദ ഇക്വറ്റോറിയൽ റീജിയൻ റിസീവ്സ് വെർട്ടിക്കൽ റേസ് ഓഫ് ദ സൺ. അതുകൊണ്ട് തന്നെ ദ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഹിയർ. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയണിൽ ഭൂമധ്യരേഖ പ്രദേശത്ത് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. കാരണം എന്താ? അവിടെ സൂര്യരശ്മികൾ വെർട്ടിക്കലായി പതിക്കുന്നു. സൂര്യരശ്മികൾ എങ്ങനെയാണ്? ലംബമായി പതിക്കുന്നു. എന്നാൽ ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും, പോൾസിലോട്ട് പോകുന്തോറും സൂര്യരശ്മികൾ ചരിഞ്ഞാണ് പതിക്കുന്നത്. അപ്പോൾ ഈ ചരിഞ്ഞ് പതിക്കുമ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ എന്താണ്? ചൂട് കുറവായിരിക്കും. അപ്പോൾ ലംബമായി അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് പതിക്കുന്ന പ്രദേശത്ത് ചൂട് കൂടുതലും. ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് ടുവേഴ്സ് ദ പോൾസ് ഡ്യൂ ടു ദ ഇൻക്ലിനേഷൻ ഓഫ് ദ സൺ റേസ്. The heat received on the surface of the earth is in accordance with the latitude of the place. അപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെയും ലാറ്റിറ്റ്യൂഡിനനുസരിച്ചാണ്, അക്ഷാംശത്തിന് അനുസൃതമായാണ് ഭൂമിയിലെ താപ ലഭ്യത. അപ്പോൾ ഇതൊക്കെ വൺ വേർഡായിട്ട് ചോദിക്കാം. ഓരോ പ്രദേശത്തും ഹീറ്റ് റിസീവ് ചെയ്യുന്നത് എന്തിന് അനുസരിച്ചാണ്? എന്താണ്? ലാറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ്. ആ പ്രദേശത്തെ അക്ഷാംശത്തിനനുസരിച്ചാണ്. നിങ്ങൾ ഈ ഗ്ലോബ് നോക്കൂ. നോർത്ത് പോൾ, സൗത്ത് പോൾ. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയനിൽ സൺറൈസ് എങ്ങനെ പതിക്കുന്നു? ലംബമായി പതിക്കുന്നു, അല്ലെ? വെർട്ടിക്കലായിട്ട്. ഇനി ആ സൺറൈസ് ധ്രുവപ്രദേശങ്ങളിൽ എങ്ങനെയായിരിക്കും പതിക്കുന്നത്? ചരിഞ്ഞു പതിക്കുന്നു. ചരിഞ്ഞു പതിക്കുമ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ, നോർത്ത് പോളും സൗത്ത് പോളും, അല്ലേ? ധ്രുവപ്രദേശങ്ങളിൽ ചൂട് കുറവായിരിക്കും. അതുപോലെ എന്താണ് മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ? കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും എന്താണ്? നിങ്ങൾ ഈ കാലാവസ്ഥാ വാർത്തകളൊക്കെ കേട്ടിട്ടില്ലേ? അതിൽ കൂടിയ താപനില, കുറഞ്ഞ താപനില എന്നൊക്കെ പറയുമല്ലോ. എന്താണ്? സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ പരിഗണിക്കുന്നത്. മെറ്റീരിയോളജിസ്റ്റ് കൺസിഡർ ദ അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് എക്സ്പീരിയൻസ്ഡ് ജസ്റ്റ് ബിഫോർ ദ സൺ റൈസ് ആസ് ദ മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ. ഹീറ്റ് എക്സ്പീരിയൻസ്ഡ് അറ്റ് 2 PM ഈസ് കൺസിഡർഡ് ആസ് ദ മാക്സിമം ടെമ്പറേച്ചർ. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയാണ് മാക്സിമം ടെമ്പറേച്ചർ. മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് രേഖപ്പെടുത്തുന്ന ടെമ്പറേച്ചർ. മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 2 PM ടെമ്പറേച്ചർ. ഇത് രണ്ടും മനസ്സിലായല്ലോ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് കോസ് ലോക്കൽ വേരിയേഷൻസ് ഇൻ ദ ടെമ്പറേച്ചർ കണ്ടീഷൻസ്? പ്രാദേശിക താപവ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓൾട്ടിറ്റ്യൂഡ്, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. നിയർനെസ് ടു സീ, സമുദ്ര സാമീപ്യം. പിന്നെന്തൊക്കെ പറയാം? ലാറ്റിറ്റ്യൂഡ്, അല്ലേ? അക്ഷാംശം. നേരത്തെ നമ്മൾ പറഞ്ഞു അക്ഷാംശ രേഖയാണെന്ന്. പിന്നെന്ത് പറയാം? വിൻഡ്, കാറ്റ്, അല്ലേ? ഇതെല്ലാം എന്താണ്? ഒരു പ്രദേശത്തെ താപവ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ താപം ക്രമേണ കുറഞ്ഞു വരുന്നു. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും താപം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ അവിടെ എന്തായിരിക്കും? താപം കുറയുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും? തണുപ്പായിരിക്കും, അല്ലേ? അതുകൊണ്ടാണ് സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളായ മൂന്നാർ, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇനി ഹൗ ഈസ് ടെമ്പറേച്ചർ മെഷേർഡ്? നമുക്ക് ഈ ടെമ്പറേച്ചർ എങ്ങനെ മെഷർ ചെയ്യാം? എങ്ങനെ അളക്കാം? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് യൂസിങ് ദ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് തെർമോമീറ്റർ. തെർമോമീറ്റർ ഉപയോഗിച്ചാണ് അന്തരീക്ഷ താപനില അളക്കുന്നത്, അല്ലേ? തെർമോമീറ്റർ. അതിൻ്റെ ഏകകം, യൂണിറ്റ് ഏതാണ്? ഇറ്റ് റെക്കോർഡ്സ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റിലോ ആണ് നമ്മൾ ടെമ്പറേച്ചർ പറയുന്നത്. അപ്പോൾ അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്ററാണ്. തെർമോമീറ്റർ ഏത് യൂണിറ്റിലാണ് പറയുന്നത്? ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹീറ്റ്. നിങ്ങൾ സോളാർ എനർജിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സൗരോർജം എന്താണ്? എർത്ത് റിസീവ്സ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സോളാർ എനർജി. ഈ സൗരോർജം ഭൂമിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ദ യൂട്ടിലിറ്റി പൊട്ടൻഷ്യൽ ഓഫ് ദ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഈസ് ഗ്രേറ്റ് ഇൻ എ ട്രോപ്പിക്കൽ കൺട്രി ലൈക്ക് ഇന്ത്യ. ഇന്ത്യയിൽ ഈ പാരമ്പര്യേതര ഊർജത്തിൻ്റെ ഉപയോഗ സാധ്യത ഏറെയാണ്. അപ്പോൾ നോൺ കൺവെൻഷണൽ എനർജി, പാരമ്പര്യേതര എനർജി സോഴ്സസ്. As the technology for converting solar energy to electrical energy using solar panels becomes widespread, it will be a relief for our energy crisis. അപ്പോൾ സോളാർ പാനലുകൾ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ വ്യാപകമാകുമ്പോൾ നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് ഏറെ ആശ്വാസമാകും, അല്ലേ? അപ്പോൾ സോളാർ പാനലുകൾ ഉപയോഗിച്ച് നമുക്ക് സോളാർ എനർജിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ
എന്താണ് എനർജി ക്രൈസിസ് അല്ലേ, ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കും. എല്ലാ പദാർത്ഥങ്ങൾക്കും ഭാരമുണ്ട് അല്ലേ, അതുപോലെ എയറിനും എന്തുണ്ട്, ഭാരമുണ്ട്. എയർ ഓൾസോ ഹാസ് വെയ്റ്റ്. ദ വെയ്റ്റ് എക്സേർട്ടഡ് ബൈ ദ എയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഈ വായുവിന് ഭാരമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വായു അന്തരീക്ഷത്തിൽ പ്രയോഗിക്കുന്ന ഭാരത്തെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്, എന്താണ്, ഹെക്ടോ പാസ്കൽ ഓർ മില്ലി ബാർ. നേരത്തെ തെർമോമീറ്ററിൽ ഡിഗ്രി സെൽഷ്യസ് ഓർ ഫാരൻഹീറ്റ് അല്ലേ. അപ്പോൾ ബാരോമീറ്ററിൽ എങ്ങനെയാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് റെക്കോർഡഡ് ഇൻ ദ യൂണിറ്റ്സ് ഹെക്ടോ പാസ്കൽ ഓർ മില്ലി ബാർ. അപ്പോൾ ഇത് മറക്കരുതേ. നമുക്ക് വായു ചലിക്കുമ്പോഴാണ് വായുവിൻ്റെ പ്രസൻസ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. വായു ചലിക്കുമ്പോൾ നമുക്ക് എന്ത് അനുഭവപ്പെടും, തണുത്ത വായു ആണെങ്കിൽ നമ്മൾ പറയും തണുത്ത കാറ്റ് അല്ലേ, അതുപോലെ ചൂടുള്ള വായു ആണെങ്കിൽ അതുപോലെ നമുക്ക് ചൂട് അനുഭവപ്പെടും. അപ്പോൾ ലെറ്റ് us see how the movement of air takes place. അപ്പോൾ ഈ വായുവിൻ്റെ ചലനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ഇൻസുലേഷൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്പാൻഡ്സ്, ബിക്കം ലെസ് ഡെൻസ് ആൻഡ് റൈസസ് അപ്പ്. ഇൻസുലേഷൻ്റെ ഫലമായി, അതായത് സൂര്യതാപത്താൽ ഭൂമി ചൂടാകുമ്പോൾ ഈ അന്തരീക്ഷ വായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഇൻസുലേഷൻ നമുക്കറിയാം, സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിനെയാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്, സൗരതാപനം. അപ്പോൾ അതിൻ്റെ ഫലമായി എർത്ത് ചൂടാകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, എർത്തിൽ നിന്നും ഈ ചൂട് മുകളിലേക്ക് ഉയരുമല്ലോ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് എയർ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ദിസ് എയർ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് എയർ കറണ്ട്. ഇത്തരത്തിലുള്ള വായുവിൻ്റെ ചലനത്തെയാണ് എയർ കറണ്ട് അഥവാ വായുപ്രവാഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് എയർ കറണ്ട് അല്ലെങ്കിൽ വായുപ്രവാഹം? ആസ് എ റിസൾട്ട് ഓഫ് ഇൻസുലേഷൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്പാൻഡ്സ്, ബിക്കം ലെസ് ഡെൻസ് ആൻഡ് റൈസസ് അപ്പ്. ദിസ് എയർ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് എയർ കറണ്ട്. പിന്നെ എന്ത് സംഭവിക്കുന്നു, കോൺസിക്വൻ്റ്ലി ദ പ്രഷർ ഡിക്രീസസ്. ക്രമേണ എന്ത് ചെയ്യുന്നു, ഈ മർദ്ദം കുറയുന്നു. എയർ മൂവ്സ് ഫ്രം ഹൈ പ്രഷർ റീജിയൻസ് ടു ലോ പ്രഷർ റീജിയൻസ്. ഈ വായു ഉയർന്ന മർദ്ദമുള്ള സ്ഥലത്ത് നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങുന്നു. സച്ച് എയർ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് വിൻഡ്. ഇത്തരത്തിലുള്ള വായുവിൻ്റെ ചലനത്തെ കാറ്റ് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ഉയർന്ന പ്രഷറുള്ള സ്ഥലത്ത് നിന്നും ലോ പ്രഷർ ഏരിയയിലേക്ക് വായു നീങ്ങുന്നതിനെ കാറ്റെന്ന് വിളിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് വിൻഡ്? എയർ മൂവ്സ് ഫ്രം ഹൈ പ്രഷർ റീജിയൻസ് ടു ലോ പ്രഷർ റീജിയൻസ്. സച്ച് എയർ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് വിൻഡ്. അപ്പോൾ ഹൗ ഈസ് വിൻഡ് ഫോംഡ്? എങ്ങനെയാണ് കാറ്റ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ എയർ കറണ്ടിൻ്റെ ആൻസറും കൂടി ചേർത്ത് എഴുതുക. ആസ് എ റിസൾട്ട് ഓഫ് ഇൻസുലേഷൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്പാൻഡ്സ്, ബിക്കം ലെസ് ഡെൻസ് ആൻഡ് റൈസസ് അപ്പ്. കോൺസിക്വൻ്റ്ലി ദ പ്രഷർ ഡിക്രീസസ്. എയർ മൂവ്സ് ഫ്രം ഹൈ പ്രഷർ റീജിയൻസ് ടു ലോ പ്രഷർ റീജിയൻസ്. സച്ച് എയർ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് വിൻഡ്. അപ്പോൾ കാറ്റുകൾ പലവിധമുണ്ട് അല്ലേ. എന്താണ്? ഇളം കാറ്റുകൾ മുതൽ കൊടുങ്കാറ്റുകൾ വരെയുണ്ട്. ലൈറ്റ് ബ്രീസസ് മുതൽ ഡിസ്ട്രക്റ്റീവ് സ്റ്റോംസ് വരെയുണ്ട് അല്ലേ. ഇനി നമുക്ക് വിൻഡ് മിൽസ് നോക്കാം. എന്താണ് കാറ്റാടി യന്ത്രങ്ങൾ? ഇലക്ട്രിസിറ്റി ക്യാൻ ബി ജനറേറ്റഡ് ബൈ ഇൻസ്റ്റാളിംഗ് വിൻഡ് മിൽസ് ഇൻ റീജിയൻസ് ഹാവിംഗ് സ്ട്രോങ് ആൻഡ് കണ്ടിന്യൂസ് വിൻഡ്സ്. മേക്കിംഗ് യൂസ് ഓഫ് ദിസ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി we can overcome increasing energy crisis. Wind energy is being generated in places like Ramakkal Med in Idukki district and Kanjikode in Palakkad district using this technology. എന്താണ് കാറ്റാടി യന്ത്രങ്ങൾ? ശക്തിയായും തുടർച്ചയായും കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ കഴിയും. ഇടുക്കി ജില്ലയിലെ രാമക്കൽ മേടും അതുപോലെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കഞ്ചിക്കോടുമൊക്കെ ഈ ടെക്നോളജി ഉപയോഗിക്കുന്നു. വിൻഡ് മിൽസ് ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. അനിമോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ വിൻഡ് സ്പീഡ്. വിൻഡ് വെയിൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. കാറ്റിൻ്റെ ദിശ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് വിൻഡ് വെയിൻ എന്ന ഉപകരണമാണ്. മനസ്സിലായല്ലോ? അനിമോമീറ്ററും വിൻഡ് വെയിനും. അനിമോമീറ്റർ എന്തിനാണ്? യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ വിൻഡ് സ്പീഡ്. കാറ്റിൻ്റെ വേഗത കണ്ടുപിടിക്കാം.
വേഗത അളക്കാൻ. അതുപോലെ വിൻഡ് വെയിനോ എന്തിനാണ്? ഡയറക്ഷൻ ഓഫ് വിൻഡ്, കാറ്റിൻ്റെ ദിശ നിർണ്ണയിക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താണ് ഇൻസുലേഷൻ, അതുപോലെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്. പിന്നെ എന്ത് പഠിച്ചു? മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ പഠിച്ചു. പിന്നെയോ എന്തുകൊണ്ടാണ് ഭൂമിയിൽ എല്ലായിടത്തും താപവിതരണം ഒരുപോലെ ആകാത്തത്. പിന്നെ ടെമ്പറേച്ചർ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് എയർ, താപവും വായുപ്രവാഹവും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.